പ്രേംലാൽ, ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് നിലംപരിശാക്കിയ വിഷയത്തിൽ അമേരിക്ക എടുത്താൽ ഒരു ശ്രമം നടക്കുന്നതായി അറിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? അതായത് ഇസ്രായേൽ ഔദ്യോഗികമായി അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിൽ അവരുടെ പങ്കാളിയാകണമെന്നുള്ളത്. പക്ഷേ ഇതുവരെ അമേരിക്ക അത്തരത്തിൽ ഇസ്രായേൽ അനുകൂലമായി, അതായത് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന രീതിയിൽ ഇതുവരെ ഒരു നിലപാട് അറിയിച്ചിട്ടില്ല. പക്ഷേ രണ്ട് രാജ്യങ്ങളും ആവശ്യപ്പെടുകയാണെങ്കിൽ, അതിനൊരു സാധ്യതയുണ്ടെങ്കിൽ മാത്രം ഈ വിഷയം രമ്യമായി പരിഹരിക്കാനായിട്ടൊരു മധ്യസ്ഥൻ്റെ റോളിൽ അമേരിക്ക ഇടപെടും എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. യുദ്ധത്തിൽ ഒരു കാരണവശാലും നേരിട്ട് പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഈ വൈറ്റ് ഹൗസിൻ്റെ നിലപാട്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഉത്തരവിറക്കിയിരുന്നു. അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, മിഡിൽ ഈസ്റ്റിൽ ഏതാണ്ട് 19 ഇടങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ആ സൈനിക താവളങ്ങളിലുള്ള സൈനിക ബന്ധുക്കൾ, അതായത് സൈനികരുടെ ഭാര്യ, കുട്ടികൾ, അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ, അതായത് ഈ സൈന്യത്തിൽ നേരിട്ട് പ്രവർത്തിക്കാതെ മറ്റ് ഓഫീസ് ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, അതായത് സ്വന്തം നാടുകളിലേക്ക് മടങ്ങി വരണമെന്ന നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് കൊടുത്തിരുന്നു. ഈ നിർദ്ദേശം എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ നിർദ്ദേശം കൊടുക്കേണ്ട സാഹചര്യമില്ലല്ലോ. അപ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എപ്പോഴാണ് എന്നുള്ളൊരു ആകാംക്ഷയാണ് ഇനി അവശേഷിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നദാൻസ് ആണവ കേന്ദ്രത്തിൻ്റെ ഉപഗ്രഹ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്റ്റീരിയർ മാത്രമാണ് തകർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കഴിഞ്ഞ ജനുവരി 24-ലെയും ജൂൺ 14-ലെയും 2 ചിത്രങ്ങളാണ് മാക്സർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഏജൻസി പുറത്തുവിട്ടിട്ടുള്ളത്. ഈ ചിത്രത്തിൽ നിന്നും ഈ പറയുന്ന ആണവ നിലയത്തിൻ്റെ എക്സ്റ്റീരിയർ, അതായത് പുറമേ ഉള്ള കെട്ടിടങ്ങൾക്കും മറ്റ് സംവിധാനങ്ങൾക്കുമൊക്കെ കാര്യമായ രീതിയിൽ തകരാറ് പറ്റിയതായ ആ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഗുരുതരമായ പ്രതിസന്ധിയുണ്ട്. അതായത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി നിർത്തിവെപ്പിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഭൂഗർഭ തുരങ്കങ്ങളിലടക്കം ഇസ്രായേലിന് ആക്രമണം നടത്തേണ്ടി വരും. പക്ഷേ അത്തരത്തിൽ സംവിധാനങ്ങളുള്ള യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനില്ല. അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകളടക്കം വർഷിക്കാൻ സാധിക്കുന്ന ബോംബർ വിമാനങ്ങൾ നിലവിൽ അമേരിക്കയുടെ പക്കലാണുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഇത്തരത്തിലുള്ള ബോംബർ വിമാനങ്ങൾ തങ്ങൾക്ക് ലഭ്യമാക്കണമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. എന്നാൽ അത്തരത്തിൽ അമേരിക്ക ഇതുവരെ ഒരു നിലപാടെടുത്തിട്ടില്ല. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് ഇറാന്റെ തീരമേഖലയിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളിൽ ഇത്തരം ബോംബർ വിമാനങ്ങൾ തയ്യാറായി നിൽപ്പുണ്ട്. ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടമുണ്ടായാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക യാതൊരു മടിയും കാണിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ ഇറാൻ ഇസ്രായേലിനെതിരെ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നിരവധി ദിവസങ്ങളായി ആക്രമണം നടത്തുന്നുണ്ട്. ഏതാണ്ട് 2000-ഓളം മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ കെട്ടിടങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അതായത് ഇസ്രായേൽ ഇറാനിൽ ചെയ്തത് മാതിരി വലിയ രീതിയിലുള്ളൊരു ആഘാതം ഉണ്ടാക്കാൻ ഇറാന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ അവരുടെ ആക്രമണ പദ്ധതി ഇസ്രായേലിൻ്റെ സൗഹൃദ രാഷ്ട്രങ്ങളോടോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കോ വ്യാപിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉറപ്പായും അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെടാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. നിലവിൽ ഇസ്രായേലിൽ 6 ഇസ്രായേൽ പൗരന്മാരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു അമേരിക്കൻ പൗരൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകും എന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ റോക്കറ്റുകളും ഡ്രോണുകളും വെച്ച് നടക്കുന്ന ആക്രമണം വലിയ ബോംബർ വിമാനങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ചും ഇറാൻ എന്ന് പറയുന്നത് വളരെ വലിയ എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ്. അവരുടെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്നായ ബുഷർ പ്രവിശ്യയിലെ പാൾസ് റിഫൈനറി ഇതിനോടകം തന്നെ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അവിടെ വലിയ ഒരു എണ്ണ നിക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇറാനിൽ ഇടപെടാൻ സ്വാഭാവികമായും താല്പര്യമുണ്ടാകും. അതിന് ഇപ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ഘട്ടം എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തെ വിശേഷിപ്പിക്കാൻ. ഒരു പക്ഷേ അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെടുകയാണെങ്കിൽ ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ നിയന്ത്രിതമായ ആക്രമണമാണ് ഒരു പരിധിവരെ നടക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അമേരിക്ക ഈ യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെടുകയാണെങ്കിൽ ഉറപ്പായും ഇറാൻ്റെ സൗഹൃദ പ്രദേശങ്ങളുണ്ട്, അതായത് ഇറാഖിലും
അതേപോലെ തന്നെ സിറിയയിലും അടക്കം ഇറാൻ അനുകൂല ശക്തികളുണ്ട്. അതായത് ഹിസ്ബുള്ളയും ഹൂത്തികളും അതേപോലെ തന്നെ ഹമാസും അടക്കമുള്ള സൈനിക ശക്തികൾ ഈ സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. അവരുടെ ഭാഗത്തു നിന്നും അമേരിക്കൻ എംബസികൾക്ക് നേരെയോ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെയോ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതേപോലെ തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിലവിൽ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും ഇസ്രായേലിന് തന്ത്രപ്രധാനമായ പിന്തുണ ഈ ഘട്ടത്തിലും നൽകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇറാഖിൻ്റെ വ്യോമമേഖല ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാന് നേരെ ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇറാഖിൻ്റെ വ്യോമമേഖല ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് അറിയാമല്ലോ. ഇറാഖിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഒരു സൈനിക നീക്കം ഉറപ്പായിട്ടും അമേരിക്കയുടെ ഇടപെടലില്ലാതെ നടക്കില്ല. നിലവിൽ ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഇറാഖിൻ്റെ വ്യോമമേഖല ഉപയോഗിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കരുത് എന്നുള്ളത് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ആ ആവശ്യം ചെവിക്കൊള്ളണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അല്ല, അമേരിക്ക ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ഈ അനാവശ്യമായി പല രാജ്യങ്ങളുടെയും വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളൊരു ആരോപണം ലോകരാജ്യങ്ങൾക്കിടയിലുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ വിഷയത്തിൽ വന്നപ്പോഴും അമേരിക്ക കാണിച്ചൊരു നിലപാടറിയാമല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അമേരിക്കയുടെ ഇടപെടൽ പലതരത്തിലും പലർക്കും അത് ഒരു അനഭിമതനായിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രംപ്. പക്ഷേ അമേരിക്ക ഈ വിഷയത്തിൽ ഒരു ബുദ്ധിപരമായ ഒരു നീക്കമാണ് നടക്കുന്നത്. നിലവിൽ നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയുടെ ഉറ്റ പങ്കാളിയാണ് ഇസ്രയേൽ. അപ്പോൾ ഇസ്രയേൽ ഈ വിഷയത്തിൽ അതായത് നേരത്തെ തന്നെ അമേരിക്ക ഇറാൻ്റെ ആണവ മേഖലകളടക്കം ലക്ഷ്യം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രയേൽ ആക്രമണം നടത്തും എന്നുള്ളൊരു വാർത്തകൾ വന്നപ്പോൾ തന്നെ അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങും എന്നുള്ളൊരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇസ്രയേൽ ഏകപക്ഷീയമായിട്ടാണ് ആക്രമണം നടത്തിയതെന്നും തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് വൈറ്റ് ഹൗസ് പിന്നീട് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു തന്ത്രപരമായൊരു നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ യുദ്ധം, അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയോ അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് നേരെയോ ആക്രമണം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉറപ്പായും അമേരിക്ക ഈ ഘട്ടത്തിൽ ഇടപെടും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം 2024 ഇസ്രായേലിന് നേരെ വലിയ രീതിയിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഹമാസിൻ്റെ അടക്കം ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സഹായിച്ചത് അമേരിക്കയുടെ ആ മേഖലയിലുള്ള സൈനിക താവളങ്ങളാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇസ്രയേലിന് പിന്തുണ നൽകിയിട്ടുള്ള ഒരു പാരമ്പര്യം, ഒരു മുൻ അനുഭവം അമേരിക്കയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലും അമേരിക്ക ഒരു ഘട്ടത്തിൽ ഈ യുദ്ധത്തിൽ ഇടപെടും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് അന്താരാഷ്ട്ര സമൂഹം ഏത് രീതിയിൽ അനുവദിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. UN അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ഇതിനോടകം ഇടപെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയാണ് അവർ ആരായുന്നത്. എന്നാൽ അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള വലിയ കാലം നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകും. അത് വലിയ രീതിയിൽ ആ ഒരു മേഖലയെ, മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്.